അടുത്ത ബസ് മെട്രോ പോയോ പോലെ ഊയ് അത് പോയാ പോവും. സ്പോൺസർ പണിക്കൂല്ലേ പിന്നെ എനിക്കറിയോ അർത്ഥം വിട്ട് നടക്കേണ്ടി വരും. ഹലോ മൈ ഗായ്സ്, വെൽക്കം ടു ദുബായ്. എൻ്റെ പുതിയ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗൈസ്, ഞാനിപ്പോൾ നിൽക്കുന്നത് എവിടെയാണ്? ഐൻ ദുബായിലാണ്. അപ്പോൾ ഐൻ ദുബായിക്ക് ഞാൻ എത്തിയത് പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ വഴിയാണ്. അപ്പോൾ അത് നിങ്ങൾ കണ്ടിട്ട് വരും. ഞാൻ ഇവിടെ കുറച്ച് കാര്യങ്ങൾ സെറ്റപ്പ് ആക്കാണ്ട്, അത് സെറ്റപ്പ് ആക്കട്ടെ, അതൊന്ന് കണ്ടിട്ട് വരും കേട്ടോ. ഇനി ഫുള്ള് പബ്ലിക് ട്രാൻസ്പോർട്ടുകൾ ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ നമ്മുടെ ലക്ഷ്യസ്ഥാനത്തേക്ക് നീങ്ങുന്നത്. അപ്പോൾ നമ്മളെ വൈകാട്ടി മിസ്ബാഹ് പാലപ്പറ്റ ദുബായ് അരച്ച് കളിച്ച് കുടിച്ച 7 മാസം കൊണ്ട് മിസ്ബാഹ് പാലപ്പറ്റ അല്ലേ അല്ലേ അങ്ങനെയല്ലേ? സൂര്യ തെറ്റൻ്റെ ഭാഗത്താ. അയ്യോ നമുക്ക് പോയേക്കാം. നമ്മളെ ബസ് നോയിൽഗാർഡ് നമുക്കുണ്ട്. യൂണിയൻ ബസ്, ദുബായ് യൂണിയൻ ബസ്. ഇതിൽ കയറിയാണ് നമ്മൾ പോവുക. ഞാൻ വെക്കട്ടോ. ബസ്സിൻ്റെ 2ാം നിലയിലാണ് നമ്മൾ കയറിയത്. കാഴ്ചകൾ രസകരമായിക്കോട്ടെ തന്നെ രചിച്ചിട്ടുണ്ട്. 2ാം നിലയിൽ ബസ് ഒരു 5 മിനിറ്റ് നീങ്ങും, ഒരു 15 മിനിറ്റ് ട്രാഫിക്കിൽ നിൽക്കും, വീണ്ടും ഒരു 5 മിനിറ്റ് നീങ്ങും, വീണ്ടും ഒരു 15 മിനിറ്റ് ട്രാഫിക്കിൽ നിൽക്കും. അങ്ങനെയാണ് നമ്മളെ ബസ് ഇങ്ങനെ അനങ്ങിക്കൊണ്ടിരിക്കുന്നത് സുഹൃത്തുക്കളെ. ബസ്സിൻ്റെ 2ാം നിലയിൽ നിന്നും ഇറങ്ങുകയാണ് സുഹൃത്തുക്കളെ. ഇത് വെച്ചിട്ട് വരാം കേട്ടോ. ഇത് വെച്ചിട്ട് വരാം. ഇതാണ് നമ്മൾ വന്ന ബസ്. ഇതാണ് നോയിൽഗാർഡ്. എന്താ വിഷയിച്ചാലേ, ഇതാണ് യൂണിയൻ ബസ് സ്റ്റാൻഡ്, ബസ് സ്റ്റേഷൻ. സോറി, ബസ് സ്റ്റാൻഡ് അല്ല, സ്റ്റേഷൻ. ഇവിടെ എന്താ വെച്ചാൽ ഇവിടെ ഇറങ്ങുമ്പോഴും കയറുമ്പോഴും വെക്കണം. പക്ഷേ CID നമ്മൾ എല്ലാം സുതാര്യമായതുകൊണ്ട് പിന്നെ പ്രശ്നമില്ല. അല്ലെങ്കിൽ 500 ദിർഹം ഫൈനാണ്. അടുത്തത് നമ്മളെ മെട്രോ, പബ്ലിക് ട്രാൻസ്പോർട്ടുകൾ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ നടന്നു നീങ്ങുകയാണ് സുഹൃത്തുക്കളെ. മെട്രോ നമ്മള് ഒരു കറക്കടിക്കണം. എത്ര നേരം എന്തൊരു ബ്ലോക്കടാ, എന്തൊരു ഇങ്ങനെ ട്രാഫിക്, എത്ര നേരം ട്രാഫിക് നിൽക്കണ. ഇതൊന്നും അല്ലാതെ പറയണത് ഒക്കെ തന്നതില്ല. ഇതൊന്നും അല്ല. ഏത് വഴി? മലിഹേ. ഈ ദുബായിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാര് ഷാർജ താമസിക്കും. അപ്പൊ ഒരു 611 കൂടെ വരികയാണെങ്കിൽ എന്താ ഷാർജ മോസ്റ്റ് കഴിഞ്ഞ മലിയ റോഡ് ഓടും. അതാണ് തിരക്ക്. വലിയ ഹൈപ്പാ, അതാണ് തിരക്ക്. ആയിക്കോട്ടെ, ഇത് കറക്റ്റ് വന്നിട്ടുണ്ട്. ഗൈസ്, നമുക്ക് ഷവർമ വന്നിട്ടുണ്ട്. അപ്പോൾ തൽക്കാലത്തെ വിശപ്പകറ്റാൻ നമുക്ക് ഷവർമ തിന്നുകൊണ്ട് നമുക്ക് മുൻപോട്ട് പോകാം. ഓക്കെ, കറക്കും ഷവർമ കഴിച്ചിട്ട് വരാം. ആരാകിട്ടില്ലേ? നമ്മള് അണ്ടർഗ്രൗണ്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്തിന്? മെട്രോയിൽ കയറാൻ. ഇന്ന് നമ്മൾ പബ്ലിക് ഫസ്റ്റ് ടൈം വന്നിട്ട് 18 ദിവസമായി. ഫസ്റ്റ് ടൈമാ. സ്പോൺസറെ കിട്ടണ്ടേ? സ്പോൺസർ പണിക്കൂല്ലേ? പിന്നെ എനിക്കറിയോ അർത്ഥം വിട്ട് നടക്കേണ്ടി വരും. ചൂടും വെയിലും, പൊടിഞ്ഞ വെയിലും. ഇതൊരു എക്സ്പീരിയൻസ് ആയി. വെയിലത്ത് വരരുത് എന്നുള്ള എക്സ്പീരിയൻസ് എന്തോ കാണിച്ചു തരാണ്ട്.
അവരെന്തോ നോട്ട് ചെയ്ത് കണ്ടുപിടിൽ വെച്ചിരുന്നു. മൂപ്പരെ മരണശേഷം തുറക്കാൻ പാടില്ല. മേടിച്ചിട്ടില്ല, മരണശേഷം തുറക്കാം. ആയിക്കോട്ടെ, നമുക്ക് നോക്കാം, ചെയ്യാം. അയ്യോ സെറ്റായി. ഇതുകൊണ്ട് നമുക്ക് ഇങ്ങനെ പോകാം. ഞാനും കഴിഞ്ഞ് അടുത്തായി നമ്മൾ നീങ്ങുന്നു. മെട്രോ വാതിലുകൾ തലപ്പിലിത് അവിടെ ഇല്ലേ, ബാംഗ്ലൂരിൽ. നമുക്ക് മെട്രോ എത്തിയിരിക്കുന്നു. ഇപ്പോൾ മെട്രോയിൽ കയറുന്നു. നല്ല തിരക്കുണ്ട് മെട്രോയിൽ. സീറ്റില്ല, നമുക്ക് സീറ്റില്ല. നമുക്ക് കുറച്ച് പഞ്ചാബി ഫ്രണ്ട്സിനെ കിട്ടിയിട്ടുണ്ട്. പഞ്ചാബിലെ The final destination of this train is Life Pharmacy. The next station is ലൈഫ് ഫാർമസി. Virgin. തലക്കത്തണോ? വാതിലുകൾ തലപ്പിലിത്. ഇരുന്ന് വെച്ചിട്ടോ ഞാൻ ഇരിക്കാണല്ലോ. ഞാൻ ഇരിക്കട്ടെ എന്തോ. നമുക്ക് കുറച്ച് പഞ്ചാബി സബ്സ്ക്രൈബേഴ്സിന് പോലെ നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യാന്ന് പറഞ്ഞു ഗായ്സ്. അപ്പോൾ المحطة القادمة هي കണ്ടുപോയിട്ട് ഗായ്സ്. وهي محطة انتقالية بين خطي الأحمر والأخضر لمترو دبي. The next station is Yes, subscribe. This is Okay. interchange station Today's between Dubai you Metro in Red and vlog. Green lines. ഒന്ന് പറഞ്ഞോടാ ഹിന്ദിയിൽ. തോടാ ഹിന്ദി. ഓക്കെ, ഓന്താ മറ്റൊന്നെ കൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യിപ്പിച്ചിട്ടുണ്ട്. ഇതത്രേ ഉള്ളൂ. സെറ്റ് പഞ്ചാബി സബ്സ്ക്രൈബേഴ്സാണ്. ദുബായ് വന്നിട്ട് പഞ്ചാബി സബ്സ്ക്രൈബേഴ്സ്. ഇപ്പോൾ എത്തിയിരിക്കുന്നത് 35 ഫർദർ എക്സ്ചേഞ്ച്. നമുക്ക് പോകാനുള്ളത് ലൈഫ് ഫാർമസി 42. ഓ കുറേ ഉണ്ട്. നമുക്ക് പുതിയ മീറ്റ് മൈ ന്യൂ ഫ്രണ്ട്. പേരെന്തായിരുന്നു സുഹൃത്തെ? നെയിം ഐ ഫോർഗെറ്റ് യുവർ നെയിം. ജഗ്മീത് സിംഗ്. ജഗ്ഗി. നൈസ് നെയിം ജഗ്ഗി. അപ്പോൾ ജഗ്ഗി പഞ്ചാബിൽ നിന്ന് ജഗ്ഗി അൽ ഫർദാൻ എക്സ്ചേഞ്ച് ആണ് ഇവിടെ എത്തിയത്. നമുക്ക് ന്യൂ ലൈഫ് ഫാർമസി. അപ്പോൾ ബാക്കി കഴിച്ചിട്ട് നമുക്ക് കാണാം. ഗുർപ്രീത് സിംഗ്. Passengers traveling to Jumeirah Beach, please engage to travel at Shahbar Realty Metro Station. എവിടെ പോയാലും ഇങ്ങനെ ഒരു ഇത് മലയാളം നോ തോട മലയാളം നോ മലയാളം അവിടെ കുഴപ്പമില്ല. ഞാൻ പറഞ്ഞ മനസ്സിലായില്ലോ. അതായത് ഞാൻ എന്താ പറഞ്ഞ വെച്ചാലേ ഒന്നും മനസ്സിലാവില്ല. നമുക്ക് ഇറങ്ങാനായി. അയ്യാ മീറ്റു ഗോ പഞ്ചാബ് മെസ്സേജ് ഇൻസ്റ്റാഗ്രാം. ഓക്കെ, അപ്പോൾ കേസ് നമ്മളിറങ്ങി. എന്താ കൊച്ചി മെട്രോ. അപ്പോൾ ഇവിടെ അടിക്ക് ഇറങ്ങും കേട്ടോ. അപ്പോൾ കേസ് നമ്മള് പോലെ അപ്പോൾ നമ്മളെ മെട്രോന്ന് ഇറങ്ങി. അടുത്ത ബസ് മെട്രോ പോയോ പോലെ ഊയ് അത് പോവും വിട്ടുവെക്കുക. അടുത്ത ബസ് തീർത്ഥാടന കേന്ദ്രത്തിലേക്ക് പോകാനുള്ള ബസ് നമ്മൾ തുറക്കും.
അതുണ്ട്. അപ്പോൾ നമ്മളെ ബസ്സിൽ നമ്മൾ കയറിയിട്ടുണ്ട്. കാലിയ ബസ് കാലിയ. ആയിക്കോട്ടെ ആയിക്കോട്ടെ. എവിടുന്ന് ഒരായി ഒന്നും. അപ്പോൾ നമ്മൾ ബസ് ഇപ്പോൾ ആൾക്കാർ കയറുണ്ട്. അത് ഇങ്ങോട്ടെ ഒരുപാട് കിടിലൻ കാഴ്ചകൾ ഇവിടെ നമ്മളെ കാത്തു നിൽക്കുന്നുണ്ട്. ആദ്യം ഞാനേ ഇതിൻ്റെ ഉള്ളിൽ ഫുഡ് ഓർഡർ ചെയ്തത്. മലയാളി ഓക്കെ, കണ്ടപ്പോൾ മലയാളി തോന്നി. ആരോടാ? അപ്പോൾ നമ്മൾ ഇതിനുള്ളിൽ ഫുഡ് ഓർഡർ ചെയ്തു. അത് സെറ്റാക്കണം കേട്ടോ. നമ്മൾ മക്ഡൊണാൾഡിന് ഓർഡർ ചെയ്ത ഇതിൻ്റെ ബില്ലത് 16 ദിർഹം 2 ബർഗറിന്. എല്ലായിടത്തും എനിക്ക് ഫ്രീ ആണല്ലോ. അപ്പം നമ്മൾ ഞങ്ങൾക്കല്ല ഓനക്ക് ഇവിടെ ഓഫർ ഉണ്ടായിരുന്നു. ചെറിയൊരു ബർഗർ ഒരു ബർഗർ ഫ്രീയാ. അപ്പോൾ 16 ദിർഹമാണ് ഒരു ബർഗറിൻ്റെ വില മക്ഡൊണാൾഡിന്. അതിൽ ഒരു ബർഗർ ഫ്രീയാണ്. അത് നമ്മൾ കഴിച്ചു. കളിക്കാനോ? അത് കളിക്കാനൊക്കെ നമുക്ക് ഭാവിയിൽ ചെറിയ കുട്ടിയാക്കണ്ടേ കൊടുക്കാം. ഇപ്പം നമുക്ക് ചെറിയ കുട്ടിയല്ല. എന്താ ബിയറോ? ആപ്പിൾ ജ്യൂസ്. ഓക്കെ, ചായ നമുക്ക് തണുപ്പ് പറ്റൂല. ഇത് തീർത്തിട്ട് വരാം. ഓക്കെ, ഞങ്ങളെ മക്ഡൊണാൾഡിന് ചെറിയൊരു ബർഗറും കഴിച്ച് ചില്ല് ചെയ്യാൻ ഇറങ്ങിക്കാം. അപ്പോൾ ഇവിടെ കുറച്ച് നേരം ഇവിടെ ഉണ്ട്. ഇങ്ങനെ ഡോളീസ് ഗ്രീൻ ഹെൽത്തി ഫുഡാണ്. നമ്മളിപ്പോൾ ദുബായിലാണുള്ളത്. സമയം 5:05 ആയിക്കണ്. പക്ഷെ മുടിഞ്ഞ വെയിലാണ്, മുടിഞ്ഞ വെയിൽ. നല്ല കിഡിലും ബീച്ചുണ്ട് ഇവിടെ. ഓ ഗായ്സ്, ഓ ചില്ലാണ് ഇവിടെ, ചില്ല്. ഇവിടെ നിന്ന് ഇങ്ങനെ അല്ലാന്നാ പറഞ്ഞത്, ചൂടായതുകൊണ്ടേ. അല്ലേ ഞാനെന്ത് വേണ്ടതാ, ചൂട് കാലത്ത് ആരെയും ഇങ്ങോട്ട് വരുമോ? ഒറ്റ മൈൻഡ് അല്ല, മനസ്സിൻ്റെ ഒറ്റ മൈൻഡ്. അപ്പോൾ ഇല്ലത് കൊണ്ട് നമ്മൾ ഓണം പോലെ നമ്മൾ മദാമകളെ പോലെ, സായിപ്പന്മാരെ പോലെ വെയിൽ കായാൻ വേണ്ടി നടന്ന് ഈ ബീച്ച് ഇങ്ങനെ നടന്ന് അങ്ങനെ തന്നെ പോകല്ലേ. തിരിച്ചങ്ങനെ തന്നെ പോകണം. ഏതാപ്പത് കുഴപ്പമില്ലാന്നേ. കത്തിജ്വലിക്കുന്ന സൂര്യൻ. അപ്പോൾ കേസ് നമ്മൾ അത്രയും വെയിൽ കൊണ്ട് സ്ഥിതിക്ക് ശരീരം തണുക്കണമല്ലോ, ഫുഡും കഴിക്കണമല്ലോ, ഉച്ചേരാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ വീണ്ടും ബർഗർ കിങ്ങിലേക്ക് കയറുകയാണ്. നമുക്ക് വേണ്ടിയത് നമ്മൾ ഓർഡർ ചെയ്യുകയാണ് സുഹൃത്തുക്കളെ. ഓർഡർ ചെയ്തിട്ട് വരട്ടോ. ചൂട് ഇപ്പോഴൊരു സമാധാനം. നമ്മൾ ഹോം പേജ് എടുത്തോ, ജനമട്ടത്തിൽ ഓർഡർ ചെയ്തോ, എന്തായാലും കുഴപ്പമില്ല. എനിക്ക് എന്താ തോന്നണ ചെയ്യാം. ചക്കര വിട്ട് കൊടുക്കും. അപ്പോൾ ഗൈസ് ഇതൊന്ന് ഓർഡർ ആക്കട്ടെ, അങ്ങോട്ട് ഇവിടെ ഒന്ന് സെറ്റപ്പാണ്. അപ്പോൾ ഗൈസ് ഞങ്ങൾ ഓർഡർ ചെയ്ത സാധനങ്ങളാണൊക്കെ. വോപ്പർ ജൂനിയർ സാൻഡ്വിച്ച് 2 എണ്ണം, പിന്നെ ഒനിയൻ റിങ്സ് ലാർജ്, പിന്നെ ഒരു വാട്ടർ, പിന്നെ 2 BBQ ടെൻഡർ ടാക്കോസ്. ഇത്രത്തിന് നമുക്ക് ആയത് 42 ദിർഹം. അതിൻ്റെ മട്ടത്തിൽ തന്നെ ഓർഡർ ചെയ്തു, അങ്ങനെ നോക്കിയില്ല. അപ്പോൾ സാധനം പറ്റേ ഒരു കഴിക്കട്ടെ വരട്ടെ. നമ്മളെ ഫുഡ് എത്തിയിട്ടുണ്ട്. നേരത്തെ മക്ഡൊണാൾഡിനാണെങ്കിൽ ഇന്ന് ബർഗർ കിങ് എന്നാണ്
പൈപ്പ് കഴിഞ്ഞിട്ട് വരാം നല്ല ബെസ്റ്റ് നല്ല ബെസ്റ്റ് ആ ഗൈസ് ഞാൻ ഈ ബീച്ചിൽ കൂടെ ഇങ്ങനെ മൊത്തത്തിലൊന്ന് റൗണ്ട് അടിച്ചു. ഒന്നുമില്ല, കുറേ പേർ കുളിക്കുന്നു, കുറേ പേർ ആർമാദിക്കുന്നു, കുറേ പേർ നടക്കുന്നു ഇന്നെ പോലെ. അത് ഞാൻ ഇങ്ങനെ നടന്ന് ബാക്കിൽ അവിയിൽ പിന്നെ സൂര്യൻ അസ്തമിക്കുന്നു. പിന്നെ അതാ ഇഷ്ടം പോലെ കെട്ടിടങ്ങൾ. അതാണ് ഇവിടുത്തെ കാഴ്ചകൾ വരുന്നത്. ഓഫ് സീസൺ അതാണ് തോന്നുന്നത്, കുറവാണ്, ബീച്ചിലെ ആൾക്കാർ കുറവാണ്. നമ്മളെ എന്താണ് മരീന വാൾ, എംആറിൻ്റെ ഫുൾ ബിൽഡിങ്, എംആറിൻ്റെ പോണ് വൈകാട്ടി അങ്ങനെ പോണ്. അപ്പം എന്താണെന്ന് വെച്ചാൽ നമ്മളെ അടുത്ത ലക്ഷ്യസ്ഥാനത്തിലേക്ക് നീങ്ങാണ്. എവിടേക്കാണ് ഞാൻ വയ്യേ പറഞ്ഞുതരാം. ഓക്കെ, നമ്മളെ ചെക്കനെ കിട്ടിയിട്ടുണ്ട്. DIPന്ന് പൊക്കി വർക്ക് കഴിഞ്ഞ് ചെക്കൻ കയറി. ബോസിന് ലീവ് വേണി, എനിക്കും വേണ്ടി ലീവ് എടുത്തു. എന്നെ കറക്കാനും വേണ്ടി ഇന്ന് കറക്കാൻ ഞാൻ കറങ്ങി, നല്ലോണം കറങ്ങി. ഇന്നത്തെ ദിവസം എനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പം നമ്മൾ അടുത്തത് പോകുന്നു എക്സ്പോ ദുബായ് 2020 തുടങ്ങിയ എന്താ എക്സ്പോ 2020 2020 എന്ന് പറയാൻ കാരണം എന്താ? അപ്പോൾ ഇപ്പോൾ മെയിനായി ഇപ്പോൾ ഫുൾ ഓഫീസുകളും കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ ഇവിടെ. അതാണ് അതിൻ്റെ ഒരു ഇതില്ലേ. ഒരു എക്സിബിഷന് വേണ്ടിയിട്ട് ആദ്യം സ്ഥലം റെഡി ആക്കും. ദുബായ് അങ്ങനെ പൊതുവെ ചെയ്തു. എന്നിട്ട് അതെന്ത് ചെയ്യും, അത് കുറേ ഒരു കൊമേഴ്ഷ്യൽ അങ്ങനത്തെ പ്ലേസാക്കി മാറ്റും. കേട്ടില്ലേ, അതാണ് അതിൻ്റെ ഒരു ഇത്. അത് നമുക്ക് എക്സ്പോയിലിട്ട് ബാക്കി കാണാം. നമ്മൾ അടുത്തതായി പോകാൻ പോകുന്നത് ദുബായ് എക്സ്പോ, ദുബായ് എക്സിബിഷൻ സെൻറ്റർ 2020 തുടങ്ങിയ എക്സ്പോയിലാണ്. നമ്മളിപ്പോൾ ഉള്ളത് സുഹൃത്തുക്കളെ 2020 എക്സിബിഷൻ സെന്ററിന് വേണ്ടിയിട്ട് തുടങ്ങിയ സ്ഥലമാണ്. ഇതിവിടെ എക്സിബിഷൻ സെന്ററാണ്. ഇവിടെ ഇതിപ്പോൾ കുറേ സ്ഥലത്ത് പള്ളിയൊക്കെയാണ് ഉള്ളത്. പിന്നെ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഇത് മെയിനായിട്ട് ഒരു ബിസിനസ്സും അതേമാതിരി കൊമേഴ്ഷ്യൽ സ്പേസ് ഒക്കെ ആയിട്ട് മാറ്റി തന്നെ പുതിയ ബിൽഡിങ്സ്, സീസണൽ ഇവൻറ്റ്സ്, അതേമാതിരി ഹാലോവാന്, ക്രിസ്മസ്, അങ്ങനത്തെ എല്ലാ പരിപാടികളും ഇവിടെ സെലിബ്രേറ്റ് ചെയ്യും. അതിനൊക്കെ നൈറ്റിലൊക്കെ നല്ല നല്ല പരിപാടി ഉണ്ടാവും. ഇപ്പോൾ ചൂടായതുകൊണ്ട് പരിപാടികൾ കമ്മിയാണ്, പക്ഷെ എന്നാലും കുറേ സംഭവങ്ങൾ അവിടെ എന്തോ പരിപാടി നടക്കുന്നുണ്ട്. നമുക്ക് ഇവിടെ നിന്ന് സൗണ്ട് കേൾക്കാൻ പറ്റുന്നുണ്ട്. അവിടെ പോയി വെക്കാം നമ്മൾ എന്തായാലും. കേട്ടില്ലേ, അതാണ് വിവരമുള്ളവർ പറഞ്ഞു തരുമ്പോൾ അങ്ങനെയാണ്. കുഴപ്പമില്ല. എന്താ സോസേജോ കേസ് നമുക്ക് വേണ്ടി ചെക്കൻ എന്തോ വാങ്ങിക്കൊണ്ടുവന്നിട്ടുണ്ട്. ഇന്ന് ഫുള്ള് എന്താ സോസേജ് അല്ലേ. ഗൈസ്, ഇതാണ് UAE പവലിയൻ. ഇത് നമ്മളിങ്ങനെ അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ചുറ്റിക്കറങ്ങിയായിരുന്നു. ബിൽഡായിട്ട് കാണിക്കാമല്ല. അപ്പോൾ എന്താ പറയാന്ന് വെച്ചാൽ നെസ്ലാൻ്റെ ചെറിയൊരു ഓഫീസ് ഞാൻ കരുതിപ്പോൾ വണ്ടിക്ക് വരുന്നുണ്ട്. നല്ലൊരു വെള്ളം കുടിക്കാമല്ലേ. നടന്ന് കഴിഞ്ഞു. അടുത്ത നമ്മൾ ഏത് പവലിയൻക്ക് പോണേ? കിങ്ഡം ഓഫ് സൗദി അറേബ്യ. സൗദിൻ്റെ പവലിയൻക്കാണ് നമ്മളിപ്പോൾ നടന്നു വരുന്നത് സുഹൃത്തുക്കളെ. ഇവിടെ ഫുള്ള് ഇത് ചൂട് കാലത്ത് എക്സ്ട്രീം ചൂടാകുമ്പോൾ ഇത് മൂടപ്പെടും. ഇപ്പം മൂടിയിട്ടില്ല, ചൂടുണ്ട്. ഇതാ ഈ സാധനം ഫുള്ളായിട്ട് ക്ലോസ് ആവും. ഇതിപ്പോൾ വലിഞ്ഞിട്ടാണ് നിൽക്കുന്നത്, ഫുള്ളായിട്ട് ക്ലോസ് ആവും. അതൊക്കെയാണ് ഇവിടുത്തെ പ്രത്യേകതകൾ. അല്ല ഫനോജ് ഇപ്പോൾ നാട്ടിൽ പോകാനായില്ലേ? എന്തായാലും മൊത്തത്തിലൊരു എക്സ്പീരിയൻസ് പറയും. ചൂടാണ് അതന്നെ, അതുകൊണ്ട് എനിക്ക് കൂടുതൽ അങ്ങ് എക്സ്പീരിയൻസ് ചെയ്യാൻ കഴിഞ്ഞില്ല. പക്ഷേ ഞാൻ തിരിച്ചു വരും. പക്ഷെ ഇത്രയും ചൂടില്ല. എന്നോട് ഞാൻ നാട്ടിൽ നിന്ന് പറഞ്ഞാണല്ലോ ചൂട് പറഞ്ഞു. ഞാൻ കേട്ടില്ല, ഞാൻ പറഞ്ഞില്ല, ഇജ്ജ് പറഞ്ഞ കേട്ടില്ല. കേട്ടാ മതി. പോട്ടെ, അടുത്തിൽ വരൂലേ തണുപ്പത്ത് നമ്മള്.
ഇതെന്താ അറിയോ, ഇത് വെള്ളക്കുപ്പി എനിക്ക് ഇവിടെ കൊണ്ടുപോയിട്ടാൽ ഉപയോഗിച്ച കുപ്പി ഇട്ടാൽ എനിക്ക് പോയിന്റ്സ് കിട്ടും. അത് വെച്ചിട്ട് എനിക്ക് വേറെ സാധനങ്ങൾ പർച്ചേസ് ചെയ്യാൻ പറ്റും. ഇല്ലല്ല, ഇവിടെ വമ്പിച്ച പരിപാടികളൊന്നും ഇല്ലാത്തതിനാൽ ഞങ്ങൾ തിരിച്ചു പോവുകയാണ്. അടുത്ത പരിപാടി പിടിക്കാൻ തിരിച്ചു പോവുകയാണ് സുഹൃത്തുക്കളെ. അപ്പോൾ ബാക്കി വയ്യ പരിപാടികൾ കാണാം. വച്ചോ ചങ്ക് വേറെ ചങ്ക്. ഇതെന്താ തോന്നുന്നു വെച്ചാല് എനിക്ക് പറയാൻ വാക്കുകളുണ്ട്, പക്ഷെ എനിക്ക് കിട്ടണില്ല, വാക്കുകൾ കിട്ടണില്ല. ഞാൻ ക്യാമറ ഓഫ് ആക്കിയിട്ട് പറയട്ടെ. റഡാറോ ഇസ്രായേലിൻ്റെ നോവൽക്കാട് ഇതിങ്ങനെ വെക്കുന്നു. 22 ദിർഹം ബാലൻസ് ഉണ്ട് ഇതിൽ. 22 ഉണ്ട് ബാക്കി. 1000 മതിയോ? അപ്പോൾ അടുത്ത നമ്മൾ മെട്രോ കയറുന്നു, യൂണിയനിൽ ഇറങ്ങുന്നു. വേറെ എവിടെ പോകുന്നു അറിയോ? ചെറുതായിട്ടൊന്നും മാറി, വേറെ ഒന്നുമില്ല. അപ്പുറം ഒഴിഞ്ഞൊരു മെട്രോ നമുക്ക് കിട്ടിയിരിക്കുന്നു സുഹൃത്തുക്കളെ. ലാസ്റ്റ് കാഴ്ചകൾ ഗൈസ്. ഇവൻ നമ്മളോണ്ട് രാവിലെ പോയപ്പോൾ പറഞ്ഞത് ഇതെന്താന്ന് വെച്ചാൽ ഫ്യൂച്ചർക്കുള്ള മെസ്സേജാണ്. അത് അതിലുള്ള അതാണുള്ളത്. മൂപ്പര് മരിച്ചു കഴിഞ്ഞ് മാത്രമേ തുറക്കാൻ കഴിയുള്ളൂ. എന്താ അങ്ങനെ? In the name of Allah, be merciful. The most common is His Highness Sheikh Mohammed bin Rashid Al Maktoum. Okay. അല്ലല്ല, അറബിയല്ല, ഇംഗ്ലീഷ്. ഓ, അപ്പോൾ സുഹൃത്തുക്കളെ ഇവിടുന്ന് ഒന്ന് ഇറങ്ങട്ടെ കേട്ടോ. അപ്പോൾ ഗൈസ് വന്ന പോലെ തന്നെ തിരിച്ചു പോകണം. മെട്രോ കഴിഞ്ഞ് ബസ് കയറണം. അത് നമ്മളെ ബസ്. അപ്പോൾ ക്ഷീണിച്ചു, മൊത്തത്തിൽ ക്ഷീണിച്ചു. അപ്പോൾ വേറൊരു കഥ കൂടി എനിക്ക് ഇതിൽ പറയാണ്ടില്ല. ചോറ് കഥ അപ്പോൾ അതേ പറഞ്ഞുതരാം. ഞാൻ വളരെ എക്സൈറ്റഡ് ആയി ഗൈസ്. അതിൽ അന്തളിച്ചു. ഓ മൈ ഗോഡ്. ഞാൻ ഇപ്പോൾ പറഞ്ഞുതരാം. ഇവിടെ നിന്ന് തീരുമാനമാക്കട്ടെ ഗൈസ്. നമ്മൾ റൂമിലേക്ക് തിരിച്ചു പോവുകയാണ് ഇന്നത്തെ യാത്രകൾ കഴിഞ്ഞ്. അപ്പോൾ കഥ എന്താ പറയാമെന്ന് വെച്ചാൽ, ഞാൻ ദുബായിൽ നിന്ന് റൂമിലേക്ക് വരാം. ഞങ്ങൾ ബസ് സ്റ്റേഷനിലേക്ക് ഇങ്ങനെ പോവുകയാണ്. അപ്പോൾ എവിടെ? യൂണിയൻ ബസ് സ്റ്റേഷനിലെത്തി. അങ്ങനെ നിൽക്കുമ്പോൾ ഒരു ബോസ് വന്ന് എന്നെ വട്ടിട്ടു. പറഞ്ഞു കൊടുത്താ ഞാൻ പറഞ്ഞ പോലെ തള്ളാന്ന് പറഞ്ഞു കൊടുക്ക്. തെളിവുണ്ട്, പറഞ്ഞു കൊടുക്കേ. എന്നിട്ട് ജനീനല്ലേ യൂട്യൂബിലൊക്കെ വീഡിയോ ഇടുന്ന ബ്ലോഗറല്ലേ, വീഡിയോസ് കാണലുണ്ടെന്ന് പറഞ്ഞു. ഞാൻ ഒരു നിമിഷം അന്താളിച്ചു നിന്നു. കാരണം എടാ എനിക്ക് ട്രിപ്പ് മുതലായി. ഞാൻ വന്ന ഒരാളെങ്കിലും എന്നെ തിരിച്ചറിഞ്ഞല്ലോ. അത് തിരിച്ചറിഞ്ഞ ദുബായിലെത്തിയിട്ട് ഒരാളെങ്കിലും. അല്ലാ, ഇനി എനിക്ക് നാട്ടിൽ പോയാലും കുഴപ്പമില്ല. അൽഹംദുലില്ലാഹ്, മാഷാ അല്ലാഹ്. ഞാന് ഒരാളെങ്കിലും ആ ആള് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണേ. അപ്പോൾ ഗൈസ് ഇത്ര മാത്രം പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വ്ളോഗ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളാണ് എന്നെ മുന്നോട്ട് നയിക്കുന്നത്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാനും ഒരിക്കലും മറക്കരുത്. അപ്പോൾ താങ്ക് യു, ബൈ, അസ്സലാമു അലൈക്കും.